സർ, നമ്മളൊരു പല്ല് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കാലം നിലനിൽക്കും? അതുപോലെ തന്നെ അതിന് ക്രൗൺ വെക്കുന്നത് എത്രത്തോളം പ്രധാനമാണ്? റൂട്ട് കനാൽ ചെയ്ത പല്ല് എത്ര കാലം നിൽക്കും എന്നുള്ള ചോദ്യം അറിയണമെങ്കിൽ ആദ്യം റൂട്ട് കനാൽ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കേടുള്ള പല്ല് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന, നമുക്ക് വായിൽ 32 പല്ലുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പല്ല് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പല്ലിൻ്റെ അകത്തുള്ള നെർവ് എടുത്ത് കളയുന്ന ഒരു ചികിത്സയാണ് റൂട്ട് കനാൽ. നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പൾപ്പ്, അതെടുത്ത് കളയുന്ന ഒരു ചികിത്സയാണ് റൂട്ട് കനാൽ. അത് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നെർവ് കറക്റ്റായിട്ട് എക്സ്ട്രിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ബാക്കി അതിൻ്റെ റെമിനൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ല് ആജീവനാന്തം ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതവിടെ കിടക്കും, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും റൂട്ട് കനാൽ ചെയ്യും. BDS കഴിഞ്ഞ എല്ലാ ഡോക്ടർമാരും റൂട്ട് കനാൽ ചെയ്യും. അവരെ കഴിവിൻ്റെ പരമാവധി ഈ ഞരമ്പ് അല്ലെങ്കിൽ പൾപ്പ് എടുത്ത് കളയും, ഇച്ചിരി ബാക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇച്ചിരി ബാക്കി വന്ന ഞരമ്പിൻ്റെ ഭാഗത്ത് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലക്രമേണ അത് വീണ്ടും വേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴായിട്ട് റൂട്ട് കനാൽ ചെയ്ത് 1-2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വേദന വരുന്നത്. അത് വരരുതെങ്കിൽ ഏറ്റവും നല്ലത് റൂട്ട് കനാലിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് അതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇപ്പം നമുക്ക് കണ്ണിൻ്റെ ഡോക്ടർ, ENTൻ്റെ ഡോക്ടർ, അതേപോലെ നെഞ്ചുവേദന വന്നിട്ടുണ്ടെങ്കിൽ കാർഡിയോ സർജൻ, ഈ ഒരു കണക്കിന് നമ്മൾ മെഡിക്കൽ വിഭാഗത്തിൽ നമ്മളെല്ലായിടത്തും പോയി എല്ലാ ട്രീറ്റ്മെൻറ്റും എടുക്കുന്നുണ്ട്. പല്ലിൻ്റെ കാര്യം വരുമ്പം ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടുന്ന് ചെയ്യുന്ന ആ ഒരു പ്രവണതയിലാണ് ഈ പ്രോബ്ലം വരുന്നത്. ഇപ്പം റൂട്ട് കനാലിൻ്റെ ഡോക്ടേഴ്സ് അത് പഠിച്ച് 3 വർഷം അതിൻ്റെ MDS എടുത്ത് അതിൻ്റെ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ ഒരു 99.99% ആ പല്ലിൽ പിന്നെ ഭാവിയിൽ വേദന വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ഏത് ക്ലിനിക്കിൽ ചെന്നാലും നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം ഈ റൂട്ട് കനാൽ ചെയ്യുന്നത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണോ എന്നുള്ളതാണ്. അത് സ്പെഷ്യലിസ്റ്റ് ചെയ്യുമ്പം ദാറ്റ് കംസ് വിത്ത് എ പ്രൈസ്. എന്താണെങ്കിലും ഒരു വിദഗ്ധൻ ചെയ്യുമ്പം ചിലപ്പോൾ ഒരു 1000 രൂപ എക്സ്ട്രാ വരുമായിരിക്കും. പക്ഷേ ആ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ചെയ്യുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് റൂട്ട് കനാൽ ചെയ്യിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, പിന്നെ താങ്കൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഈ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ കവർ ഇടുന്നത് നിർബന്ധമാണോ എന്നുള്ളതാണ്. അപ്പം നോർമലി കേട് വന്ന പല്ലിലാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുക. കേട് വന്ന പല്ല് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഉൾഭാഗമൊക്കെ തുരന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ തുരന്നു പോയ ഒരു പല്ലിൻ്റെ മേലെ നമ്മൾ ഒരു കവർ എടുത്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫില്ലിങ് വെക്കുകയാണെങ്കിൽ എപ്പോഴും കടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് പോലെ വെക്കുന്ന സാധനമാണ് ഈ കവറ്. അപ്പം കവറ് കേടുവന്ന പല്ലിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാലം അതിൻ്റെ ഫങ്ഷൻ നമുക്ക് കിട്ടും. കവർ ഇട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഫങ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു സൈഡ് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് റെസ്റ്റോർ ചെയ്യുക, അത് അടച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് റൂട്ട് കനാൽ കഴിഞ്ഞ ഉടനെ കവർ ഇടാൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. വേറൊരു കാര്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പല്ലിലേക്കുള്ള രക്തോട്ടം കൂടി നിൽക്കും. ഈ രക്തോട്ടം നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല്ല് വരണ്ട് തുടങ്ങും, മരുഭൂമി പോലെ. ഒരുപാട് ഇന്റേണൽ ക്രാക്സ് വരും. എപ്പോഴും കടി കിട്ടിക്കൊണ്ടിരിക്കുന്ന പല്ല്, ഉള്ളിൽ രക്തോട്ടം ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഇത് വീണ്ടും ക്രാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹെൽമെറ്റ്, അതിന് ഒരു ആവരണം പോലെ ഒരു കവർ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വേദനയൊന്നും ഇല്ലാണ്ട് ഒരുപാട് കാലം, ഞാനിപ്പം ഏകദേശം 20 കൊല്ലമായി ഞാൻ ഈ പ്രാക്ടീസിൽ. 20 കൊല്ലം മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച സാറുമാർ, എൻഡോഡോണ്ടിസ്റ്റുകൾ ചെയ്ത RCTs ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അവർ ഫങ്ഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ചികിത്സ ചെയ്യുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പിക്കുക. അത് സ്പെഷ്യലിസ്റ്റ് ചെയ്തതിന് ശേഷം ആ പല്ലിന് കവർ ഇടണമെന്ന് അവർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കവർ ഇടുക.